പോളണ്ടിലെ ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഒരു മാനുഫാക്ചറിങ് കമ്പനിയിലാണ് കേട്ടോ. ഷിപ്പിൻ്റെ പാർട്സ്, ക്രെയിന്, വെഹിക്കിൾസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ പ്രൊഡക്ഷൻ. ഇങ്ങനെയുള്ള എല്ലാ കമ്പനികളിലും മെയിനായിട്ട് വരുന്ന വേക്കൻസീസ് പറഞ്ഞുതരാം. CNC തന്നെ പല ടൈപ്പിലേക്കുള്ള വേക്കൻസീസ് ഉണ്ട് കേട്ടോ. ചെറിയ മെഷീൻ ഉണ്ട്, വലിയ മെഷീൻ ഉണ്ട്, കൺവെൻഷൻ ലേത്ത് ഉണ്ട്, മാസ് പ്രൊഡക്ഷൻ ഉണ്ട്. അങ്ങനെ ഓപ്പറേറ്റർ, സെറ്റർ, പ്രോഗ്രാമർ ഒക്കെ ഒറ്റ വേക്കൻസി ഉണ്ടാ. നമ്മളെല്ലാം ചെയ്യണം. CNC ഫീൽഡ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ഉണ്ടാ ഗ്രൈൻഡിങ് ഫീൽഡും. അടുത്ത സെക്ഷൻ ഉണ്ടാ ഫിറ്റിങ്ങും വെൽഡിങ്ങും. വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ മിഗ് ഉണ്ട്, ടിഗ് ഉണ്ട്. CNC ആയിട്ട് കൂടുതൽ സാലറിയും വെൽഡിങ്ങിന് കിട്ടുന്നുണ്ട് കേട്ടോ. അടുത്ത സെക്ഷനാണ് സാൻഡ് ബ്ലാസ്റ്റിങ്ങും പെയിന്റിങ്ങും ഒക്കെ. അവിടെ കുറച്ച് സാലറി കുറവാണെങ്കിലും ടെൻഷൻ ഇല്ലാണ്ട് ഫ്രീ ആയിട്ട് പണിയെടുക്കാം. പിന്നെ ഇലക്ട്രിക്കൽ സെക്ഷനും ഉണ്ട്. എൻ്റെ കമ്പനിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ ഫീൽഡിലും ഏകദേശം ഒരേ സാലറി ഉണ്ടാ കൊടുത്തുകൊണ്ടിരിക്കണം. നിങ്ങൾക്ക് എത്ര നാൾ എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ളതല്ല ഇവിടെ വിഷയം, നിങ്ങൾക്ക് ആ പണി ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് അവർ നോക്കുക. ഇവിടെ എത്തിക്കിട്ട് കഴിഞ്ഞാൽ ജോലി കണ്ടുപിടിക്കുക എന്നുള്ളൊരു വിഷയമുള്ള കാര്യമില്ല കേട്ടോ. മലയാളികൾ തന്നെ കുറേ പേര് കോർഡിനേറ്റർമാരായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ എന്ത് ജോലിയാണെങ്കിലും ആത്മാർത്ഥമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിടിച്ചു കേട്ടോ. ഡയറക്റ്റ് നാട്ടിൽ നിന്ന് കയറി വരാൻ പറ്റിയ ഒരു വേക്കൻസി പോലും ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അതാണ് അതിനെപ്പറ്റി ഒന്നും പറയാത്തത്. കൂടുതൽ വിശേഷങ്ങൾ അറിയാനായിട്ട് അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. അപ്പം ശരി, ബൈ.